ഹലോ ഗായ്സ്, നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നൊരു പ്രകൃതിയോട് ഇണങ്ങിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ ജാതിയുടെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഇന്ന് ഞങ്ങളിവിടെ കുറച്ച് സാധനങ്ങളായിട്ട് വന്നേക്കണേ. ഈച്ച ശല്യം നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതകറ്റാനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു മരുന്ന് ഈച്ച ട്രാപ്പ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഞങ്ങളിപ്പോൾ കുറച്ച് ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ്സിൽ ഈസ്റ്റും ശർക്കരയും 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടീസ്പൂൺ ഇളക്കാനായിട്ട്, പിന്നെ ഒരു പിന്നും എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങളിതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയോളൂ. ആദ്യം ഈച്ചയുടെ ട്രാപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഈ 2 ഗ്ലാസ്സിലും ഇത് മിക്സ് ചെയ്യണം, ഈസ്റ്റും ശർക്കരയും. അത് ഞങ്ങൾ കപ്പിലേക്ക് ഇടുകയാണ്. ശർക്കര ഇട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഈസ്റ്റ് ഇടുന്നു. അതൊന്ന് ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ പ്രഷർ, അങ്ങനെ ഞങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് 2 ഞങ്ങൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. 1/2 ഗ്ലാസ് വെള്ളം. ഓക്കെ, ഞങ്ങളുടെ കൂട്ട് തയ്യാറായിരിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗേൾസ്, നമ്മളിത് മിക്സ് ആയിട്ടുണ്ട്. കട്ടൻ ചായ പോലെയുണ്ട്. കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഞങ്ങൾ ഇത് കുപ്പിയിലേക്ക് ഒഴിക്കാൻ പോകുകയാണ്. ഞങ്ങൾ കുപ്പിയിലേക്ക് ഒഴിക്കുന്നു. ഗൈസ്, നമ്മുടെ ഇത് ഒഴിച്ച് കഴിഞ്ഞിരിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് വീണിരിക്കുന്നു. ഇനി നമുക്ക് ഈ കുപ്പിയിൽ ഈ ശർക്കരയും ഈസ്റ്റും കൂട്ടിയതിൻ്റെ ഇവിടെ നടുക്കായിട്ട് ഒരു ഓട്ട ഇട്ട് കൊടുക്കാം. അതിനായിട്ടാണ് ഞങ്ങളിവിടെ പിന്ന് വെച്ചിരിക്കുന്നത്. ഗൈസ്, നമ്മളിതാ 2 സ്ഥലത്ത് ഇങ്ങനെ ഓട്ട കുത്തിയിട്ടുണ്ട്. 2 ഓട്ട ഇട്ടുണ്ട്. ഇനി നമുക്ക് നിർത്താം. ഇനി നമുക്ക് ഈച്ച വരാനായിട്ടുള്ള എല്ലാം ആയിട്ടുണ്ട്. ഈ ഓട്ട എന്തിനായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശർക്കരയുടെ മണം കേൾക്കുമ്പോൾ ഈച്ച അതിൽ വന്ന് വീഴും. അപ്പോൾ അതിന് അകത്ത് കടക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് 2 ഓട്ടകൾ. ഓട്ടയിൽ കൂടെയാണ് ഈച്ച അകത്തേക്ക് പ്രവേശിക്കുക. അതിനുശേഷം അത് വീണാൽ പിന്നെ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് അതിന് പുറത്തേക്ക് പോരാൻ പറ്റില്ല. അപ്പോൾ ശരി ഗൈസ്, നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അധികം ഈച്ചയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് കൊണ്ടുപോയി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഈച്ച മരുന്ന് തയ്യാറായിരിക്കുന്നു. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ 2ാമത്തെ ദിവസമായി ഇപ്പോൾ അത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പിടിച്ച ഈച്ചകൾ എണ്ണ നമുക്കൊന്ന് നോക്കാം. തുറന്നേ, അടുപ്പ് തുറന്നേ. പ്രഷർ ഇതാ ഈ തുളക്കൂടെ വന്നു കയറിയ ഈച്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈച്ച മരുന്ന് നല്ല ഫലപ്രദമാണെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞങ്ങളിതൊന്ന് കളഞ്ഞ് കാണിച്ചു തരാം. അതെ, ഞങ്ങളിതൊന്ന് കളഞ്ഞ് കാണിച്ചു തരാം. ഇതൊക്കെ ടൈൽ മുറുക്കി ഞങ്ങൾ ഈച്ചകളെ പൊഴിച്ച് കാണിച്ചു തരാം. പ്രഷർ ഈ ഗ്യാപ്പിൽ കിടക്കുന്നതൊക്കെ ഈച്ചകളാണ്. ഇതൊക്കെ ഉണ്ടോ? ഒരു ഈച്ച അതായത് ഇവിടെ ചത്തിറക്കുന്നു. കാരണം അടുത്തൊരു ഈച്ച. പല ഈച്ചകളിലൂടെ ഇങ്ങനെ ചത്ത് കിടക്കുന്നു. ഈച്ച വന്ന് ഈച്ചകൾ പോകുന്നു. ഈച്ചകൾ അവിടെ ഇങ്ങനെ കിടക്കുന്നു. ഞങ്ങളുടെ ഈച്ച മരുന്ന് ഫലപ്രദമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.